ഈ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉയരുന്ന മറ്റൊരു വിമർശനമാണ്. അതായത് സർക്കാർ രൂപീകരണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ വിഴിഞ്ഞത്തെ ചില അസാധാരണ നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്നതാണ്. ഈ ആക്ഷേപം ഉന്നയിക്കുന്ന കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും തന്നിലേക്ക് എത്തുന്ന രീതിയിലാണ് വകുപ്പ് വിഭജനം പോലും അന്ന് വി.ഡി. സതീശൻ നടത്തിയെന്നാണ് കോൺഗ്രസിലെ സതീശൻ വിരുദ്ധ ചേരിയുടെ ഒരു ആക്ഷേപം. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം എന്ന് കൂടി നോക്കാം. എന്താണ് ഡാൻ യഥാർത്ഥത്തിൽ ഈ ആക്ഷേപത്തിൻ്റെ കഴമ്പെന്താണ്? നമുക്ക് ഒറ്റ നോട്ടത്തെ അറിയാം, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും എല്ലാ സാഹചര്യങ്ങളും ഉദ്യോഗസ്ഥരുമെല്ലാം മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. അതിൽ സാധാരണ രീതിയിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റാണ്, അത് അഭിമാന പദ്ധതിയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും മുഖ്യമന്ത്രി നേരിട്ട് നിയന്ത്രിക്കുക എന്നത് സ്വാഭാവികമാണ്. പക്ഷേ അതിനപ്പുറമുള്ള അസ്വാഭാവികത ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതായത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വിദേശ സ്വകാര്യ നിക്ഷേപം വിഴിഞ്ഞത്ത് നടത്താൻ MSC തയ്യാറെടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റ് ചില പ്രഖ്യാപനങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കാവുന്ന മറ്റ് ചില പ്രഖ്യാപനങ്ങൾ കൂടി തുറമുഖവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞത്തിനപ്പുറത്തേക്ക് കേരളത്തിന്റെ വിശാലമായ മറ്റ് തീരങ്ങൾ ലക്ഷ്യമാക്കി കൂടി വരുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിലെ സതീശൻ വിരുദ്ധർ നൽകുന്ന സൂചന. അവർ പറയുന്ന ചില അസ്വാഭാവികതകളുണ്ട്, അതുകൂടി ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ട് പോകേണ്ടതാണ് എന്നാണ് തോന്നുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സർക്കാരിൻ്റെ തുടക്കത്തിൽ ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു സ്വാഭാവികമായ ശൈലിയാണ് കോൺഗ്രസിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഭരിച്ചിരുന്ന കാലത്തുണ്ടായത്. പിന്നീട് വിവാദങ്ങൾ വന്നാണ് അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ ചുമതല രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും അതിനുശേഷം വി.ഡി. സതീശൻ മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രിയായ വി.ഡി. സതീശന് ലഭിക്കാതിരിക്കുന്നു. ആ ചുമതല രമേശ് ചെന്നിത്തലയിലേക്ക് മാറുന്നു. പിന്നെ ഏത് വകുപ്പ് വി.ഡി. സതീശൻ എടുക്കുമെന്ന ചോദ്യത്തിന് മറ്റ് സംശയങ്ങളൊന്നും ഉണ്ടായില്ല. അദ്ദേഹം ധനവകുപ്പ് ഏറ്റെടുക്കും എന്ന കാര്യം നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. അങ്ങനെ വരുമ്പോൾ അതിന് പിന്നാലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ കൂടി വി.ഡി. സതീശനിലേക്ക് എത്തി. അതിൽ ഒന്ന് നിയമവകുപ്പാണ്, മറ്റൊന്ന് തുറമുഖ വകുപ്പാണ്. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഈ തുറമുഖമായി രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലായി വിഴിഞ്ഞം മാറുന്നതിന് പിന്നാലെ ഈ തുറമുഖ വകുപ്പിന് വലിയ തരത്തിൽ പ്രസക്തി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ വിവാദമായിരിക്കുന്ന ഈ MSCയുടെ വമ്പൻ ഓഹരി നിക്ഷേപം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മറ്റ് ചില പ്രഖ്യാപനങ്ങൾ കൂടി അനധിവിദൂര ഭാവിയിൽ വരാനിരിക്കുന്നുണ്ട്. സ്വാഭാവികമായി അത് ആദ്യം എത്തുക തുറമുഖ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ വി.ഡി. സതീശന്റെ അടുത്തായിരിക്കും. വി.ഡി. സതീശൻ അരികിലേക്ക് ഈ ആദ്യ ഫയൽ എത്തുമ്പോൾ അത് തുറമുഖ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അത് പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം പിന്നീട് അത് കൈമാറുന്നത് ധനവകുപ്പിലേക്കായിരിക്കും. ധനവകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ അതേ വി.ഡി. സതീശൻ തന്നെ ആ ഫയൽ വീണ്ടും പരിശോധിക്കും. അപ്പോൾ ധനവകുപ്പിൽ നിന്നുള്ള മറ്റ് തടസ്സങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ഫയൽ എത്തേണ്ടത് നിയമവകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഇതേ വി.ഡി. സതീശൻ അരികിലേക്കാണ്. വി.ഡി. സതീശൻ ആ ഫയലും വിശദമായി പരിശോധിക്കും. അതിനുശേഷം ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രിക്കരികിലേക്കാണ് ഈ ഫയൽ എത്തേണ്ടത്. അവിടെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ ഈ ഫയൽ വീണ്ടും പരിശോധിക്കുന്നു. അതായത് തന്ത്രപ്രധാനമായ 4 വകുപ്പുകളിലൂടെ ഈ ഫയൽ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അത് ഇടകേറി പരിശോധിക്കുന്നത് ഒരു വ്യക്തി തന്നെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. അതോടൊപ്പം മറ്റൊരു സുപ്രധാനമായ കാര്യം, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന രത്തൻ യു ഖേൽക്കർ, അദ്ദേഹം നിലവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്പെഷ്യൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് വിഴിഞ്ഞത്തിന്റെ ഒരു ചുമതല കൂടിയുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇനി നടക്കാനിരിക്കുന്ന അനുബന്ധ വികസന പദ്ധതികളിലൊക്കെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുക ഈ പ്രധാനപ്പെട്ട വ്യക്തികളായിരിക്കും. അവിടെ ഒരു ഇടകേറി പരിശോധനയ്ക്ക് അല്ലെങ്കിൽ ഒരു എതിർസ്വരമുയർത്താൻ, ഒരു അപസ്വരമുയർത്താൻ ആരുമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് സാന്ദർഭികവശാൽ സംഭവിച്ചതാണെന്ന് ലഘൂകരിച്ച് കാണാൻ കഴിയില്ല. അതായത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് എല്ലാ വകുപ്പുകളിലും ആവശ്യമെങ്കിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നിരുന്നാലും അതിനപ്പുറം അത് അദ്ദേഹം തന്നെ ഹോൾഡ് ചെയ്തതിന് ഉദ്ദേശത്തിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. അതാണോ ഈ ആക്ഷേപം? അതാണ് രാഷ്ട്രീയമായി ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് തുറമുഖ വകുപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് പ്രധാനപ്പെട്ട വകുപ്പിൽ എന്ത് സംഭവിച്ചാലും ഞാൻ ഈ പറഞ്ഞ ശൈലിയിൽ മാത്രമായിരിക്കും. അതായത് ആദ്യം അത് ആ വകുപ്പ് മന്ത്രിക്ക് അരികിലേക്ക് ആ ഫയൽ എത്തുന്നു, പിന്നീട് അവിടുന്ന് ധനവകുപ്പിലെത്തുന്നു, അവിടുന്ന് നിയമവകുപ്പിലെത്തുന്നു, പിന്നീട് മുഖ്യമന്ത്രി. അതായത് 3 പ്രോസസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ഒരേ വ്യക്തി തന്നെയാണ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ അസ്വാഭാവികത എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ശരി, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത് കോൺഗ്രസിൽ തന്നെ വരുന്ന ഒരു ആക്ഷേപമാണ്. വിഴിഞ്ഞത്ത് തുടക്കം മുതൽ ചില നീക്കങ്ങളുണ്ടായിരുന്നു, എല്ലാം മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുക, അതുവഴി മറ്റെന്തോ സംഭവിക്കുന്നു എന്ന തോന്നലൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം രാഷ്ട്രീയ ആക്ഷേപങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് ഈ ആക്ഷേപങ്ങൾ ഉയരുന്നത് എന്ന് തന്നെയാണ് ഇതിന് പ്രത്യേകതയുള്ള കാര്യം.
അവിടെ ഒരു കാര്യം കൂടി ചേർത്ത് വായിക്കണം. അതായത് ഈ സംഭവിച്ചിരിക്കുന്ന യാദൃശ്ചികതകളെ അവർ കോർത്തിണക്കാൻ ശ്രമിക്കുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ്. അവിടെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ എന്തിന് ചാർട്ടർ ഫ്ലൈറ്റിൽ കോയമ്പത്തൂരിലേക്ക് പോയി എന്ന ചർച്ച, മംഗലാപുരത്തേക്ക് പോയി എന്ന ചർച്ച കോൺഗ്രസ് കേന്ദ്രങ്ങൾ തന്നെ സജീവമാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിരുദ്ധ ചേരി അത് വലിയ തരത്തിൽ ചർച്ചയാക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ KPCC നേതൃയോഗം വിളിക്കണം, അത് വിശദമായി ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ തന്നെ MR അഭിലാഷ കഴിഞ്ഞ ദിവസം ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്തിന് പിന്നിൽ നേതൃത്വത്തിന്റെ കൂടി അനുമതിയുണ്ട്. അങ്ങനെ ഒരു കത്തിന് പിന്നിൽ, കാരണം അടിയന്തരമായി യോഗം ചേരണമെങ്കിൽ അതൊരു സാഹചര്യം വേണം. ആ സാഹചര്യം ഒരുക്കാനായി ബോധപൂർവം അദ്ദേഹം ഈ കത്ത് നൽകിയതാണ് എന്ന ഒരു വിവരം കൂടി, അഭ്യൂഹം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്തയാഴ്ച ഒരു യോഗം ചേരുന്ന സാഹചര്യം ഉണ്ടായാൽ പാർട്ടി വേദികളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാനിടയുള്ള വിമർശനങ്ങൾ ചെറുതായിരിക്കില്ല എന്ന കാര്യവും ഉറപ്പാണ്. യെസ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം വ്യക്തമാണ്, സർക്കാരിൻ്റെ തുടക്കത്തിൽ വിവാദങ്ങളൊക്കെ സ്വാഭാവികമായി ഉണ്ടാകും. പക്ഷേ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് ഇങ്ങനെ വലിയ വിവാദം ഉണ്ടായിട്ടും അത് പാർട്ടിയിൽ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന സ്വാഭാവിക ആക്ഷേപമുണ്ട്. കോൺഗ്രസിൽ ഇത് ഒരു KPCC ജനറൽ സെക്രട്ടറി കത്തിന് അപ്പുറത്തേക്ക് ഇതൊരു പൊതു ആവശ്യമായി വരുന്നുണ്ടോ? എന്തുകൊണ്ട് പാർട്ടിയിലേക്ക് ചർച്ച വരുന്നില്ല എന്ന കാര്യം അവിടെയാണ്. ഈ ഒരു വിഷയം മാത്രമല്ല, കോർത്തിണക്കുകയാണ് വിഷയങ്ങളെ. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന 2 വിഷയങ്ങളാണ് നിലവിലുള്ളത്. അത് നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നിശ്ചയിച്ചുകൊണ്ടുള്ള തീരുമാനം. അത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ആ ബില്ല് പാസ്സായി. ഇനി ഒരു സാങ്കേതികത്വം എന്ന പേരിൽ മാത്രം രാഷ്ട്രീയമായി അതിലൊരു നടപടി എടുത്തുകൊണ്ട് എന്ത് കാര്യമെന്ന് പ്രതിപക്ഷം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, വലിയ എതിർപ്പുകൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥിനെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങൾ. അതിൽ പരസ്യ വിമർശനവുമായി മറ്റൊരു KPCC ജനറൽ സെക്രട്ടറിയാണ് രംഗത്തെത്തിയത്, PM നിയാസ്. ഇതിൽ ഏറ്റവും കൗതുകമുണർത്തുന്ന കാര്യം, PM നിയാസ് KC വേണുഗോപാൽ വിഭാഗത്തിലെ വിശ്വസ്തനായ നേതാവാണ്. അതോടൊപ്പം ഇന്നലെ KPCC അധ്യക്ഷന് കത്ത് നൽകിയിരിക്കുന്ന MR അഭിലാഷും അദ്ദേഹം മറ്റൊരു KPCC ജനറൽ സെക്രട്ടറിയാണ്. മാത്രവുമല്ല KC പക്ഷത്തെ ഏറ്റവും അടിയുറച്ച നേതാവാണ്. അപ്പോൾ ഇത് ഒരു സംഘടിതമായ നീക്കം. ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അവിടെ പാർട്ടിയുടെ ഒരു കടിഞ്ഞാൻ വേണം മുഖ്യമന്ത്രിക്ക് എന്നൊരു നിലപാടിലേക്ക് അവർ എത്തുകയാണ്. അതിനവർ എന്ത് വഴി ഇനി സ്വീകരിക്കുമെന്നതാണ് കാത്തിരുന്ന് കാണാൻ. ശരി, ഒപ്പം നമ്മൾ പ്രതിപക്ഷത്തിന്റെ നീക്കം കൂടിയാണ് ഇനി പ്രസക്തമാവുന്ന കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.